എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നത് നോക്കാം. സാധാരണ നമ്മൾ പാല് കാച്ചി അതിൻ്റെ പാടയെടുത്ത് കുറച്ച് വെച്ചിട്ട് അത് വെണ്ണയാക്കി ഉരുക്കിയാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ നാട്ടിൽ പോകുമ്പം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് വന്നിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഉപ്പില്ലാത്ത ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ വെച്ചിട്ട് ചെയ്യുന്ന നെയ്യുടെ റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും അറിയാമെങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 1/2 കിലോ ഉപ്പില്ലാത്ത ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞിട്ടുള്ള ഒരു ബട്ടറാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നെയ്യ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഒരു അളവിൽ തന്നെ നെയ്യ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെയ്യ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഞാനിവിടെ 1/2 കിലോയുടെ പാക്കറ്റ് വെച്ചിട്ടാണ് തീരുമ്പം നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത്. പണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് നെയ്യ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ഇത് ഇനി തീ കുറച്ചിടാം. അപ്പോൾ ഉരുകി വരാനായിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ബട്ടർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബട്ടർ മുഴുവനായിട്ടും ഉരുകി വന്നതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. 1/2 മണിക്കൂറിൽ താഴെ മതി ഇത് നെയ്യായി കിട്ടാനായിട്ട്. അപ്പം ഇതിൽ പാലിൻ്റെ കുറച്ച് അംശം ഉണ്ടാവും നമ്മൾ ബട്ടറായിട്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ പാൽ അലർജി ഉള്ളവർക്ക് ബട്ടർ യൂസ് ചെയ്യുമ്പം പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് നെയ്യാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബട്ടറെല്ലാം ഉരുകി വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള പാലിൻ്റെ അംശം ഇങ്ങനെ കെട്ടിക്കിടപ്പുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. തീ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊരു 20 മിനിറ്റാണ് ഞാൻ ഇത് ചെറു തീയിലിട്ട് തിളപ്പിച്ചെടുത്തത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു മുകളിൽ കിടന്ന പാലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ താഴേക്ക് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് കുറച്ചുകൂടെ മുകളിലൊന്ന് കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടി ഇനി താഴേക്ക് അടിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ടുള്ള ഫാറ്റ് വേറെ, അതുപോലെ പാലിൻ്റെ ക്രിസ്റ്റൽസ് താഴെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. നെയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് മോഡറേഷനിൽ മാക്സിമം 1 ടീസ്പൂൺ വരെ കഴിക്കാവുന്നതാണ്. ഇനി കൊളസ്ട്രോളും അതുപോലെ ഒബിസിറ്റി, ഹൃദയത്തിന് പ്രശ്നമുള്ളവരൊക്കെ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രം അത് ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു പാലിൻ്റെ ക്രിസ്റ്റൽസ് എല്ലാം താഴെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് അടിഞ്ഞും മുകളിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫാറ്റ് മാത്രമായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ആ ഒരു അടുപ്പിൽ നിന്നും ചൂടിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നല്ല വൃത്തിയുള്ളൊരു ഗ്ലാസ് പാത്രത്തിലേക്കാണ് ഈ നെയ്യ് അരിച്ചൊഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്, അതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാം ഇതിലൊരുപാട് മട്ടി വന്നിട്ടില്ല. അതായത് പാലിൻ്റെ ക്രിസ്റ്റൽസ് വളരെ കുറവാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബട്ടർ ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പ്യുവറായിട്ടുള്ള ബട്ടറാണ് കിട്ടുന്നത്. അപ്പം നല്ല ബട്ടർ നോക്കിയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു നെയ്ക്ക് നല്ല മണമാണ്. നമ്മൾ വീട്ടിൽ വെണ്ണ എടുത്തുണ്ടാക്കുന്ന നെയ്യുടെ അതേ മണം വന്നിട്ടുള്ള നെയ്യാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഗൂഗിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നെയ്യ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് പകരം അത് എനർജിക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മോഡറേഷനിൽ കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കീ. 1 ടീസ്പൂൺ മാക്സിമം കഴിക്കുന്നത് നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് അധികം പേർക്കും ഗീ യൂസ് ചെയ്താൽ തടി വെക്കും എന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ നമ്മൾ ഈ ഗീ യൂസ് ചെയ്യുമ്പോൾ മോഡറേഷനിൽ യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബാക്കി ദിവസത്തെ കാലറി നമ്മൾ അതനുസരിച്ചിട്ട് മോഡിഫൈ ചെയ്യാനും മറക്കരുത്. ഒരു ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഒപ്പം ഈ ഒരു നെയ്യും കൂടി ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്